കാത്തുരക്ഷിക്കണേ. ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ വയ്ക്കും ഞാൻ നല്ലതെന്തോ പറയാൻ പോവാണ്. ദൈവമേ, എന്തോരം ഇടിമന്നല് പാഴായി പോന്നു. ഒരെണ്ണം ഇതിന്റെ മണ്ട വേണ്ടി തങ്ങ് നശിച്ചങ്ങ് പോയിരുന്നെങ്കിൽ ഞാൻ സ്വസ്ഥതയോടെ ജീവിച്ചേനെ. അല്ല, ഇതെന്താ കാലത്തെന്ന് ഇതിന്റെ അടിയിലൊന്ന് പ്രാകണത്? അത് വന്ന് തമ്പി, അയ്യോ തമിഴ് മലയാളത്തിൽ പറയാ. അത് ഇവിടുത്തെ വലിയൊരു കൗണ്ടർ ഉണ്ട്, ഭയങ്കര കാശ് തന്നെ. പുള്ളിയുടെ മോളെയാണ് ഞാൻ കെട്ടിയേക്കുന്നത്. അയാൾ ശ്രീധരമായിട്ട് തന്നെയാണ് ഈ സ്ഥലം. ഇവിടെ ഈ ഫാൻ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് ഈ സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല. എങ്ങനെയാലും ഈ ഫാന് കംപ്ലൈന്റ് ആയ സർക്കാർ അഴിച്ചോണ്ട് പോകും. എനിക്ക് സ്ഥലം വിറ്റ് കാര്യങ്ങൾ നടത്താം. പുറിഞ്ചിതാ ഞാൻ சொல்றது உங்களுக்கு புரிஞ்சுதா? ഞാൻ കഴിഞ്ഞേ. ഇത് കറങ്ങണ പൈസ കിട്ടൂലേ? എനർജി അല്ലേ, കാറ്റ്. அது கொஞ்சம் தான் கிடைக்கும். நீங்கள் எதுக்கு இத கையின்னு ஒரு சொல்றது எனக்கு புரியாது. ஒண்ணு அப்ப சொல்லுது, சொன்னது மட்டும் சொன்னா போதுடா. பேசாதீங்க பேசாதீங்க. ஹலோ ഹലോ ஹலோ, யாரு? 7 ஏழா? ഹലോ, யாருங்க? 7 പുരിയല്ല. ഒരിയല്ലടാ, നിനക്ക് അവില് കൊണ്ടുവരാൻ ഞാൻ. ഇത് നല്ല പരിചയമുള്ള സത്യം. ഇത് ആരോട് സത്യം? എന്റെ നമ്പറിൽ നിന്ന് കോൾ വിളിക്കുമ്പോ നിനക്ക് എടുക്കാൻ ഭയങ്കര മടിയല്ലേടാ? അജേഷേ, സുഖം തന്നെയാടാ നിനക്ക്? പിന്നെ ഭയങ്കര സുഖടാ. എടാ, എന്റെ സ്വർണ്ണം എവിടാ? അളി, സ്വർണ്ണ സ്ഥലം വിൽക്കുമ്പോ ഞാൻ തരാം. നീ ഇപ്പൊ എവിടെ നിൽക്കണ്? നീ ഇപ്പൊ എവിടെ ഏത് സ്ഥലത്ത്? ഞാനേ ഇവിടില്ല, ഞാൻ ചിറാപ്പൂഞ്ചിയില. ഏത് ചിറാപ്പുഞ്ചിയിലായിരുന്നാലും ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരും. അളിയ, പിന്നെ ഞാൻ പറയണ നീ കേക്കടാ. ഞാൻ പറയണേക്ക്, നീ ഇപ്പൊ ചിറാപ്പൂഞ്ചിയിലൊന്നും പോവില്ല. ഭയങ്കര മഴയും കാറ്റൊക്കെ ഉണ്ട്. കണ്ട കാറ്റൊക്കെ അടിക്കുന്ന അവിടെ ഒന്നും വരില്ലേ? ഞാൻ വരും. നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നീ ഇങ്ങി വാ. പാവം മണ്ടൻ ചിറാപ്പൂഞ്ചി പോന്നു. അവന്റെ സ്വർണം എന്റെ ഇന്ന് തേങ്ങ ഇട്ടു വരും. നീ ഏത് പൂഞ്ചിലിരിക്കണെന്ന് പറഞ്ഞത്? ചിറാപ്പൂഞ്ചിയില്. ചിറാപ്പൂഞ്ചി ഒറ്റ അടി അടിച്ചെന്നുണ്ടല്ലോ. അയ്യോ, മുമ്പ് എന്റെ പേര് ചിറാപ്പൂഞ്ചിതായിരുന്നു. ഗസറ്റി കൊടുത്ത് പേര് മാറ്റിയതില്ലേ നമ്മള്? ഞാൻ നിന്റെ ഗെറ്റപ്പൊക്കെ മാറ്റിക്കളയും. സീരിയസ് ആയിട്ട് പറയണം. അളിയ, എന്റെ സ്വർണത്തിന്റെ ഒരു തീരുമാനം ഉണ്ടാക്കണം. അളിയ, സ്ഥലം ഒന്ന് വിക്കട്ടെന്ന്. ഇവിടെ അതല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്റെ പെങ്ങളെ കല്യാണത്തിന് വെച്ചിരുന്ന സ്വർണം നീ എടുത്തോണ്ട് പോയിട്ട് എത്ര നാളായെന്നറിയാവോ? 1 മാസമല്ലേ ആയുള്ളൂ? അതെ, 2 വർഷവും 1 മാസവും. തരാന്ന്. എങ്ങനെ തരുമെന്ന് പറയടാ. ഈ സ്ഥലം വിറ്റിട്ട് ഞാൻ തരാം. എന്റെ പൊന്നെ, പെങ്ങളെ കല്യാണം നടക്കണ മണ്ഡപത്തിൽ ഞാൻ ഒന്നും ഇല്ലാത്തവരെ പോലെ നിൽക്കേണ്ടി വരും. അയ്യോ, അങ്ങനെ പോകരുത്. ഒരു ഒറ്റമുണ്ടെങ്കിലും എടുത്തോണ്ട് പോകണം. ഞാൻ സീരിയസ് ആയിട്ട് പറയണം. എനിക്ക് സ്വർണ്ണം വേണം കേട്ടോ. സീരിയസ് ആയിട്ട് പറയാം. നിനക്ക് സ്വർണം വേണം? അപ്പൊ ഞാൻ പറയണ കാര്യം നീക്കണം. നിനക്ക് ഫാൻ കേടാക്കാൻ അറിയാമോ? എടാ, ഫാൻ നന്നാക്കാനാണ് പാട്, കേടാക്കാൻ എളുപ്പമാണ്. വാ, നമുക്ക് പാടാം. എവിടെ പോണ്? വീട്ടിൽ പോയി ഫാൻ നന്നാക്കണ്ടേ? ഈ വീട്ടിൽ പോണ ഫാൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ കൊണ്ടുവച്ചിരിക്കണേ. ഈ ഫാൻ കേടാക്കാൻ നിനക്ക് സ്വർണം തരാം. എവിടെ? ആരുണ്ടാക്കിയെന്ന് പറഞ്ഞു? ആരുണ്ടാക്കിയെന്നൊന്നും എനിക്ക് അറിഞ്ഞോ. ഇത് കേടാക്കി കഴിഞ്ഞാൽ സ്വർണം തരാം. നിനക്ക് ഭ്രാന്താടാ. എടാ, ഇത് കണ്ടാ തന്നെ പേടിയാവും. ഇത് വലുതല്ലേടാ. നീ പേടിക്കണ്ടാ. അതിന്റെ മോളിൽ കയറിട്ട് നോക്കിയാൽ മതി. ചെറുതായിട്ടേ കാണൂ. ഫാനാ? അല്ലല്ല, നമ്മളെ ചെറുതായിട്ടേ കാണത്തുള്ളൂ. ശരിയാകത്തില്ല മച്ചമ്പി. സീരിയസ് ആയിട്ട് പറയണ. നീ പ്രശ്നം ഉണ്ടാക്കി. ഞാൻ പറയട്ടെ, നിന്റെ സ്വർണം അതിന്റെ മണ്ടയിലാണ് വെച്ചേക്കണത്. നീ പോയി സ്വർണ്ണം എടുക്കുന്നതിലൂടെ കംപ്ലൈന്റ് ആക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങി വരുവോ? ഇതിന്റെ മുകളിൽ സ്വർണം കൊള്ളടാ. ഇതെങ്ങനെ സാധിക്കുന്നു? എന്താ ഈ കള്ളം പറയാൻ വേണ്ടി? അന്നേരം കാലം നീ എന്നെ നുണ പറഞ്ഞ് പറ്റിച്ച്. ഈ സ്വർണം പറഞ്ഞാലും ഞാൻ ഇതിന്റെ മുകളിൽ വലിഞ്ഞു കയറി താഴെ വീണ് കയ്യും കാലും ഒടിഞ്ഞ് നിനക്ക് അങ്ങ് രക്ഷപ്പെടണം അല്ലേ? എവരോട് ഞാൻ എന്താ പറയാ? ഇത് ഇളക്കി കഴിഞ്ഞാൽ ഇത് നിനക്ക് സ്വർണം തരാന്ന്. പിന്നെ ഇളക്കാൻ വേണ്ടി ഇതിന്റെ അടിയിൽ കുഴിച്ചിട്ടിരിക്കല്ലേ സ്വർണം തന്നെ? സ്വർണ്ണം ഇതിന്റെ അടിയിലുണ്ട്. എടാ, ഇപ്പൊ ഒരെണ്ണം പറഞ്ഞ് അങ്ങോട്ട് നാക്കെടുത്ത് വായിലോട്ട് ഇട്ടല്ലേ ഉള്ളൂ. എങ്ങനെടാ വീണ്ടും വീണ്ടും ഇങ്ങനെ? ഇത്രയ്ക്ക് ക്രിയേറ്റിവിറ്റി ഉള്ള ചെറുക്കനെ സിനിമ എഴുതാൻ പോടാ നീ. എടാ, നീ ഇവിടെ കിടന്ന് ഇങ്ങനെ അലക്കല്ലേ? പതിയെ പറ, കൗണ്ടർ കേൾക്കും. പിന്നെ ഇവിടെ ഉറക്ക പറഞ്ഞിട്ട് കൗണ്ടർ ആക്കില്ല. അപ്പോഴാണോ പതിയെ അതല്ലടാ, എന്റെ അമ്മായി കൗണ്ടർ കേക്കുവന്ന്. അയാളുടെ മോളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. വലിയ ഇവിടുന്ന് കിട്ടിയാ? ഇവിടെ കിട്ടി. അപ്പൊ നാട്ടിലുള്ള ഭാര്യ മക്കളും? അത് വെക്കേഷൻ കുടുംബം. അപ്പൊ പുള്ളിക്കാരൻ കേട്ട വിഷയമാണെന്ന് ഇവിടെ ആർക്കും അറിയത്തില്ലേ? ഇവിടെ ആർക്കും അറിഞ്ഞില്ല. അറിയാവുന്ന നീയാണ്. നീ പിന്നെ എന്റെ കൂട്ടുകാരനായോണ്ട് നീ ആരോടും പറയത്തൂല്ലോ. ഞാൻ പറയും. നീ പറയത്തില്ല. ഞാൻ പറയും. എനിക്ക് സ്വർണം തന്നില്ലെങ്കിൽ ഞാൻ പറയും. നീ കാര്യമായിട്ട് പറഞ്ഞാണ്? കാര്യോട്ടം എന്ത് പറഞ്ഞു അറിഞ്ഞൂടാ, പക്ഷെ കുതിരോട്ടം പറഞ്ഞത് എനിക്കറിയാം. എന്തോന്ന്? ആരത് പറഞ്ഞത്? ഞാൻ ഇപ്പൊ പറഞ്ഞു. ഒന്നുകൂടി പറഞ്ഞാലോ? ഒന്നുകൂടി പറഞ്ഞേ. കൊള്ളാളിയാ? കൊള്ളാം. ഇവൻ തമ്പുരാനെ തുപ്പ്. കേരളത്തിൽ നിന്ന് വന്നപ്പോഴേ എനിക്കറിയാം എന്തോ കൊണ്ടുവരുന്നത്. അങ്ങ് പോവട്ടെ. ഇവിടെ കിടന്ന് മുളച്ച് വലിയൊരു മരമായി ആ മരത്തിൽ കെട്ടിയിട്ടടിക്കും അവരെന്നെ. കളിയാക്കിയതാണല്ലേ? അല്ലടേ,
നിന്റെ കശുവണ്ടി എവിടെ? കശുവണ്ടിയോ? കശണ്ടി എവിടെ നിന്ന്? കശണ്ടി നീ തന്ന പൈസ കശണ്ടി മൊട്ടക്കാരാ, എന്റെ സ്വർണം വിറ്റ് വിഗും വെച്ച് നടക്കാനല്ലേ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി. ഇതില് വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്ത് കാര്യം? മെയിൻ ആയിട്ട് ഈ ഫാൻ അടിക്കത്തില്ലേ, ഈ ഫാൻ അടിക്കുമ്പോ വിഗ് തെറിച്ചു പോവും. ഇടയ്ക്ക് എന്റെ വിഗ് തെറിച്ചു പോയി അപ്പുറത്തെ ജംഗ്ഷനിലാണ് കിടന്ന് അമ്മായിച്ചൻ കാണാൻ ഞാൻ ഓടി രക്ഷപ്പെട്ടാണ്. ഇതൊന്ന് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്തേ. അപ്പൊ അമ്മായിച്ചൻ അറിയത്തില്ലേ? ഈ അമ്മായിച്ചൻ അറിഞ്ഞൂടുന്നു. ഈ അമ്മായിച്ചൻ അറിഞ്ഞൂടാത്ത അവിടെ നിക്കട്ടെ, നിന്റെ പെണ്ണുമ്പിള്ളക്ക് അറിയാമോ? അവൾക്ക് അറിഞ്ഞൂടാ. അപ്പൊ പിന്നെ അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? അവൾ ഉറങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ ഉറങ്ങുന്നത്. അവൾ ഉണരുന്നതിന് മുന്നേ ഞാൻ എഴുന്നേൽക്കുകയും ചെയ്യും. അവൾക്ക് അറിഞ്ഞൂടുന്നു. അപ്പൊ മൊത്തത്തിൽ പറ്റിച്ചങ്ങ് ജീവിക്കുകയാണ്. അതെ അതെ. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ മാമൻ ആരെന്ന് പറഞ്ഞത്? കൗണ്ടർ. പുള്ളിയെ വിളി. അതെന്തോ ഈ ഏരിയ ശൈലം ട്രൈ. ഇപ്പൊ ഒരു കൗണ്ടറിന്റെ ആവശ്യമുണ്ട്. ആണോ? ഈ കാലം കൊല്ലുവല്ലേ. ചെവിതല കേൾക്കാൻ സമ്മതിക്കില്ല എന്റെ വണ്ടി. யாரன்னு நினைச்சேன். നിങ്ങൾ 6 എണ്ണം നനച്ചെങ്കിൽ 8 എണ്ണം നനച്ചു. എന്തോന്ന് எங்கிட்ட மோதாத. നിങ്ങളൊരു മോദം ഉണ്ടെങ്കിൽ എല്ലാ അരി ഉണ്ട്. யாரு? டேய், நான் வந்து இந்த 18 பெட்டிக்கு சொந்தக்காரன். എന്റെ പൊന്നു ദൈവമേ, പട്ടിയുടെ സ്വന്തക്കാരനെന്ന് പറഞ്ഞോണ്ട് നടക്കണ ഒരാളെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട്. പട്ടിയുടെ അല്ല, ഇവിടുത്തെ വലിയ ആളെന്ന് പറയുവാണ്. நீ யாருடா? சொல்லடா, இவ யாருடா? ഇത് நான் இந்த ஊர்ல பெரிய தேவரடா. ഞങ്ങൾക്ക് എറണാകുളത്തും ഉണ്ട് തേവര. டேய், அதல்ல. நான் இந்த மதுரை மாவட்டத்தில பெரிய கிங்கடா. എടാ, ഇങ്ങേര് മധുര ചെന്ന് മാവാട്ടിനെ എന്നെ എന്തിനാ വന്നു? നിങ്ങൾ രണ്ടുപേരും വന്നപ്പോട്ട് ഞാനൊന്ന് പറയട്ടെ, കിടന്ന് അലക്കാതെ. சொல்லு, இவ யாரு? മാമ ഇത് ആരെന്ന് വെച്ചാൽ ഇവ കേരളത്തിൽ നിന്ന് വന്ന് நண்பனாவது அப்பனாவது சித்தப்பனாவது மாமனாவது மச்சம்பியாவது குഞ്ഞമ്മയാവട്ടും தப்பு பண்ணு நான் சீவிடுவேன். നിന്റെ മാവന് നല്ല തമിഴ് അറിയാല്ലേ? എന്ത്? ആ കുഞ്ഞമ്മയിൽ എനിക്ക് ഇവ കേരളത്തിൽ നിന്നേ ഇവൻ വന്നതെന്ന് വെച്ചാൽ എന്തിനാന്നറിയുമോ? മാമന്റെ ഈ കാറ്റാടി യന്ത്ര കംപ്ലൈന്റ് അല്ലേ, അത് നന്നാക്കാൻ വേണ്ടി വന്ന ഇലക്ട്രീഷ്യൻ. സ്വർണം വേണോ? സ്വർണം വേണം. അപ്പൊ നീ ഇലക്ട്രീഷ്യൻ. தம்பி, தப்பு பண்ணிட்டேன் மன்னிச்சடு. മാവ ഈ കാണുന്നല്ല മാവനല്ലേ? இதெல்லாம் என்னோடது, இது என்னோடது. ஆனா அது வந்து பூதப்பாண்டியோடது, அது இப்ப என்னோடது. நடுக்கு வடி இல்லையா? பெரிய தர்க்கம். എന്ത് തർക്കം? വഴി തർക്കം. ഇവിടെയൊക്കെ ഇതിന്റെ പേരിൽ തർക്കം ഉണ്ടാണ്. നമ്മളെ നാട്ടിൽ ഇത് ആരെന്ന് അറിഞ്ഞാലും വഴി തർക്കമൊന്നും അവര് ഭൂതപ്പാണ്ടിയായിട്ട് ഭയങ്കര വഴിയുടെ തർക്കമാണ്. എന്റെ അമ്മച്ച ഭയങ്കര കെടുക്കാണ്, നിനക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ്. ഒരു കാര്യം ചോദിച്ചു, ഭയങ്കര സന്തോഷം കേട്ടാ കണ്ടല്ലേ. ഇവൻ എങ്ങനെ മോളെ കെട്ടിച്ച് കൊടുത്തതല്ല മോനെ. പിന്നെ ഇവ എന്നോട് ജോലിക്കാരനായിരുന്നു. ഞാൻ പുറത്ത് പോയ നേരം ഇവ എന്റെ പാപ്പാൻ തട്ടിക്കൊണ്ട് പോയി. നീ അങ്ങനെ മോളെ കെട്ടിയത് പോട്ട്, അങ്ങനെ പാപ്പവും കൂടി തട്ടിക്കൊണ്ട് പോയി. പാപ്പന്നല്ല, തമിഴ്നാട്ടിൽ പാപ്പ എന്ന് പറഞ്ഞ കൊച്ചിന്റെ കാര്യമാണ്. അയ്യോ, ഇത് ഫുള്ളി ക്യാപ്റ്റൻ ഫാൻ ആണല്ലേ വിജയകാന്തിന്റെ? അല്ല, ഇങ്ങനെ ഇട്ടിട്ട് விஜயகாந்த் ஃபேன் இல்ல தம்பி. நான் ஒரு நைட் இங்க தூங்கிட்டு இருந்தேன். ഞാൻ ഒരു തൂക്കിട്ടിരുന്ന എന്തോന്നാ പറയാ? ലൈറ്റ് തൂക്കിട്ട് നൈറ്റ് ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോ அப்போ என் பின்னாடி ஒரு பெரிய கம்பிக்கு ஒருத்தன் வந்து ஒரு ஒற்ற அடி. ആര്? ஒரு முட்டை தலை அடிச்சுட்டு ஒரு ஒற்ற ஓட்ட ஓடி. நான் அங்க ஓடி നൈസായിട്ട് തലയടിച്ച് ഓടിച്ചോ നോക്കിയല്ലേ? കമ്പിന്ന് അയാള് കള്ളം പറഞ്ഞല്ലേ, ആ കരിമ്പിനടിച്ച് അടിച്ചത്. കണ്ടോ? നീ എനിക്ക് എന്ത് സ്വർണ്ണം ഓക്കെ ആക്കി തരാം. ഓക്കെ ആക്കണം. നീ ഇതൊന്നും വേണ്ട, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടാ. എടാ, അങ്ങേരെ കാര്യത്തിൽ എന്തുമാത്രം സ്വർണ്ണം വേണം കിടക്കുന്നു. അതിന് കുറച്ച് സ്വർണ്ണം എനിക്ക് മാറ്റിയാടാ, എന്റെ കാര്യം കഴിയോടാ. അയ്യാടെയും നിന്റെയും വിചാരം അത് സ്വർണ്ണമാണെന്നാ. കല്യാണം കഴിഞ്ഞ് വന്നതിന്റെ അന്ന് 3 ദിവസം എന്റെ കൂടെ ഇരുന്ന് വെള്ളം അടിച്ച് പകുതിയും ഞാൻ മുക്കിയിട്ട് ബാക്കിയിട്ടേക്ക് മുക്കുകൊണ്ടോ കണ്ടാ ചൊറിയണോ? ആ പറയാം, വൈകുന്നേരം 2 തമിഴന്മാര് തൊണ്ടിനിട്ട് തേച്ച് കഴിവോടെ. ആണ് ഇതൊക്കെ നീര് വെച്ചതാണ്, അല്ല വണ്ണമൊന്നും അല്ല. என்ன தம்பி அங்க பேச்சு? മാമാ, നിങ്ങൾ മരുമോന് നിങ്ങളടുത്ത് ഭയങ്കര സ്നേഹം. என்ன ഭയങ്കര സ്നേഹം എന്ന് പറയായിരുന്നു. மருமோனே, മാമാ மருமோனே, മാമാ, உனக்கு அறியுமா இவன் என்ற மருமோன் அல்ல. പിന്നെ കുറച്ചു മുമ്പ് നിങ്ങൾ മരുമോനെ அவன் எனக்கு மகன் மாதிரி. எனக்கு பிறக்காத போய் எந்த மோன் மோனே இடு மோனே, நீ இடு மோனே. എനിക്ക് വേണ്ട ഇത്. என்னடா பண்ணது நீ? എനിക്ക് ഈ സ്വർണത്തിനെയും കാട്ടി വലുത് മാമന്റെ സ്നേഹമാ. മാമന്റെ സ്നേഹം. ആ സ്വർണ്ണം എടുത്തിറാ. എന്നിട്ടാണ് ഞാൻ ചൊറിഞ്ഞു ചാവുന്നതിന്. കൂട്ടുകാരാ, നീ അവന്റെ സ്നേഹം കണ്ടാടാ. എന്റെ മരുമോൻ, ഇവൻ എന്റെ മരുമോനല്ല. താങ്ക് യു മാമ, താങ്ക് യു. എല്ലാത്തിനും താങ്ക് യു.
ഫാൻ എന്നൊക്കെ തന്നെ നീ വന്നത് ഞാൻ എന്റെ കുടുംബത്തിൽ നിന്ന് വന്നത്. വീട്ടില് അച്ഛൻ നമ്മ കൊണ്ട മോന്റെ അയ്യോ എനിക്ക് അച്ഛനില്ല. ചത്തുപോച്ചാ ഇല്ല, ചത്തില്ല. എന്റെ അച്ഛൻ നല്ല വെള്ളം അടിക്കും. മാമനും അടിക്കും മാമനും അടിക്കും പിന്നെ നമുക്ക് അടിച്ചാലേ ഈ ഫാൻ നന്നാക്കാൻ വന്നാൽ അല്ലല്ല എന്റെ അച്ഛൻ നല്ലവണ്ണം വെള്ളം അടിക്കും. ഒരു വൈകുന്നേരം ഒരു 8-8:30 മണിയായപ്പോ എന്റെ അമ്മയുടെ അടുത്ത് വന്നൊരു ക്വാർട്ടറിന്റെ പൈസ ചോദിച്ചു. അമ്മയും അടിക്കും. ഇല്ലില്ല, അപ്പോഴേക്ക് അമ്മ പറഞ്ഞ് മണ്ണെണ്ണ മാച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ക്വാർട്ടറിന്റെ പൈസ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഈ റേഷൻ കട ഉണ്ടല്ലോ, റെയിൽവേ ട്രാക്കിന്റെ അപ്പുറത്താണ് കേട്ടോ. അപ്പൊ അച്ഛൻ ഈ സമയമായി പോയി. അച്ഛൻ ഓടി അപ്പുറത്ത് വന്ന് മണ്ണെണ്ണ മാച്ചോണ്ട് ഇപ്പുറത്തോട്ട് വന്നു. ഈ ട്രെയിൻ പാളത്തിൽ ഒരു ട്രെയിൻ ഉണ്ടെന്ന് പിടിച്ച്. അച്ചടാ 8:30 ആയില്ലേ, അപ്പുറത്ത് നിന്ന് വാങ്ങണ്ടേ. പെട്ടെന്ന് ഇപ്പുറത്ത് വരാൻ വേണ്ടിട്ട് ട്രെയിനകത്തൂടി കേറി ഇപ്പുറത്ത് പറഞ്ഞ ട്രെയിൻ എടുത്തോണ്ട് പോയി. അപ്പൊ അപ്പായി ഹൈദരാബാദിൽ എവിടെ മണ്ണെണ്ണ കച്ചവടം നടത്തുന്ന പറഞ്ഞു. നന്നാക്കാം മാമ. അങ്ങോട്ട് നീ എത്രയും പെട്ടെന്ന് ഇത് കംപ്ലൈന്റ് ആക്കണം. കംപ്ലൈന്റ് ആക്കി കഴിഞ്ഞാൽ സർക്കാർ ഒന്ന് ഊരിക്കൊണ്ട് പോകുന്നു, നമുക്ക് സ്ഥലം വെക്കാൻ പറ്റുന്നു. എനിക്ക് ഓക്കെ ചെയ്യ് മാമ. നന്നാക്കുവാണേ മാമ. ஏதாவது பண்ணு சீக்கிரம் நன்னாக்கடா. கரங்கியாச்சு ஃபேன் கரங்கியாச்சு. எடா பூர பாண்டி பாருடா, ஃபேன் கரங்கியாச்சுடா. பாருடா பூர பாண்டி. നിന്നെ വെട്ടിമൂടാൻ കാല അത് കംപ്ലൈന്റ് ചെയ്ത് നീ തന്നെ നന്നാക്കിയത്. ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ അതിലോ ഒന്നിലും ചെന്ന് പിടിച്ച കറണ്ട് അടിച്ചു സംഭവം. ഞാൻ ചെയ്തില്ല മാമ. സ്വർണം സ്വർണം തരാം മാമ. അവൻ നന്നാക്കിയല്ല, അവനെ പറഞ്ഞു വിടട്ടെ. വേണ്ട വേണ്ട, അവനക്ക് എന്നാ ഇത്രയും സ്വർണം ഞാൻ കൊടുത്തു വിടും അവന്. എനിക്ക് വേണ്ട, ഞാൻ ചൊറഞ്ഞു. എനിക്ക് വേണ്ട, അത് വേണ്ട. കേള്. അല്ല അവൻ പറഞ്ഞു കേട്ടോ മാമ, ഈ സ്വർണ്ണം അവന് വേണ്ടെന്ന്. പിന്നെ അപ്പൊ അവൻ എന്നെ പോലെ നല്ല സ്വഭാവം ഉള്ളവനാണെന്ന്. അപ്പൊ അവനക്ക് എണ്ണം പേടയാ ഉയരെ കൊടുക്കും ഞാൻ. മാമ ഒരു മിനിറ്റ്, നിനക്കിപ്പോ എന്തോ സ്വർണം വേണം? സ്വർണം വേണം. സ്വർണം മേടിച്ചെന്നാ പറയാ മാമ. ചൊല്ല്. വല്യടാ അനിയത്തി കുമുദം ഇല്ലേ, കുമുദത്തിനെ നമുക്ക് ഇവന് കെട്ടിച്ചു കൊടുത്താലോ? നല്ല ഐഡിയ. അപ്പൊ എനിക്കൊരു വേലക്കാരനും കിട്ടും, മരുമോൾക്കും മരുമോനും കിട്ടും. ഇളയ മോള് കുമുദ ഇല്ലേ, കുമുദത്തിനെ നിനക്ക് കല്യാണം കഴിപ്പിച്ചു തരാന്നാ പറഞ്ഞത്. എനിക്ക് വേണ്ട, എനിക്ക് കേട്ടതില്ല, ശരിയാവത്തില്ല. രണ്ടാമത് പൊണ്ണ് കുമുദത്തെ നീ കെട്ടിയാൽ അവനക്ക് 30 സെന്റ് കൊടുത്താൽ ഉനക്ക് 50 ഏക്കർ ഞാൻ തരും. 50 ഏക്കറാ എനിക്കാ? എടാ നീ എന്നെ പറ്റിച്ചെങ്കിലും ദൈവം എന്റെ കൂടെ ഉണ്ടാ. ഞാൻ റെഡി. എനിക്ക് 50 ഏക്കർ. ഇനി നീ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഇനി വാ. അപ്പൊ ഇനി തൊട്ട് നീ ഇവിടെ നിന്ന് എന്റെ കൂടെ എല്ലാ ഫാനും കംപ്ലൈന്റ് ആക്കാൻ വേണ്ടി വരണം. ഞാനെന്തിന് ഫാൻ നന്നാക്കാൻ പറഞ്ഞ? നിനക്ക് വേണമെങ്കിൽ നീ പോടാ. ഈ 50 ഏക്കർ എന്ന് പറഞ്ഞില്ലേ, അവിടെ 400 ഫാനാണ് പിടിപ്പിച്ചേക്കണം. എല്ലാം കേറി കംപ്ലൈന്റ് ആക്കണ്ടേ നമുക്ക്? 400 ഫാനാ നിനക്കായോണ്ട് 50 ഫാൻ ഫ്രീ. മരുമക്കളെ ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.